ഹലോ മൈ ഡിയേഴ്സ്, ഗുഡ് ഈവനിങ്. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാൻ പോകുന്ന കാര്യം എന്താണ് മറ്റുള്ളവരുടെ ലൈഫിൽ നിങ്ങളുടെ റോൾ എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾ തന്നെ ചിലപ്പോൾ അത്ഭുതപ്പെട്ടു പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കും. അതായത് മറ്റുള്ള ഒരാളുടെ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ അവർ പെട്ടെന്ന് നിങ്ങളെ ആയിരിക്കും അപ്രോച്ച് ചെയ്യുക. അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അതിൻ്റെ ഒരു സൊല്യൂഷൻ നിങ്ങളിൽ നിന്ന് ലഭിക്കുമെന്നൊരു പ്രതീക്ഷയോടുകൂടിയായിരിക്കും അവർ നിങ്ങളിലേക്ക് വരിക. ചിലപ്പോൾ വളരെ സീക്രട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും അവർ നിങ്ങളോട് ഷെയർ ചെയ്യുമായിരിക്കും, ഭയങ്കരമായിട്ട് വിശ്വസിച്ച്. അത് നിങ്ങൾക്ക് ഒരുപാട് കാലം പരിചയമുള്ളവരായിരിക്കണമെന്നൊന്നുമില്ല. പല ആൾക്കാരും നിങ്ങളെ പരിചയപ്പെട്ട ഉടനെ തന്നെ ഇങ്ങനെയൊരു കാര്യം നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനൊക്കെ തയ്യാറായിട്ടുണ്ടാവും. നിങ്ങൾ തന്നെ ചിലപ്പോൾ അത്ഭുതപ്പെട്ട് പോയിട്ടുണ്ടായിരിക്കും, എന്താണ് അങ്ങനെയെന്നൊക്കെ. ഓക്കെ, നിങ്ങൾ ചിലപ്പം ഒരാളുടെ ലൈഫിൽ എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നതെന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങളൊരു ബ്ലെസ്സിങ് ആയിരിക്കാം, ചിലപ്പോൾ നിങ്ങളൊരു പാഠമായിരിക്കാം, നിങ്ങളിൽ നിന്ന് ആൾക്കാർക്ക് പഠിക്കാനുണ്ടാവാം. ഇതിൽ ഏറ്റവും ഷോക്കിംഗ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരിക്കലും ചിലപ്പോൾ റിയലൈസ് ചെയ്യുന്നുണ്ടാവില്ല നിങ്ങൾ എന്താണ് അവർക്ക് എന്നുള്ള കാര്യം. ഓക്കെ, അപ്പം ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ എക്സ്പോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു സത്യം എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണ് നിങ്ങൾ മറ്റുള്ളവരുടെ ലൈഫിൽ അവരെ എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. നിങ്ങളുടെ ആ ഒരു പ്രസൻസ് ചിലപ്പോൾ അവരെ എന്നേക്കുമായി ലൈഫിൽ മാറ്റിയേക്കാം. സോ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് നിങ്ങൾക്ക് മറ്റുള്ള ഒരു വ്യക്തിയുടെ ലൈഫിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന കാര്യം, അല്ലെങ്കിൽ നിങ്ങളുടെ റോൾ എന്താണെന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വ്യക്തിയെ ആലോചിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ള കുറേ വ്യക്തികൾ, ഒരുപാട് ആളുകൾ ഇങ്ങനെ നിങ്ങളെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉള്ള ഒരു കളക്റ്റീവായിട്ട് നോക്കാം. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന ഒരു കളക്റ്റീവ് റീഡിംഗ് ആണ്. എൻ്റെ ഓഡിയൻസിൻ്റെ, സബ്സ്ക്രൈബേഴ്സിൻ്റെ കളക്റ്റീവ് എനർജി ടാപ്പ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു റീഡിംഗ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് കേൾക്കുന്നതിന് മുൻപ് 2 മിനിറ്റ് ഒന്ന് റിലാക്സ്ഡ് ആയി നിങ്ങളുടെ ബ്രീത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു റീഡിംഗ് കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് നിങ്ങൾക്ക് മറ്റുള്ള ആളുകളുടെ ലൈഫിലെ റോൾ എന്നുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു റീഡിംഗ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഒരു കളക്റ്റീവ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും റെസണേറ്റ് ആവണം എന്നില്ല. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. നമുക്ക് ടാരോയോട് ചോദിച്ചു നോക്കാം എന്താണ് നിങ്ങൾക്ക് മറ്റുള്ള ആളുകളുടെ ലൈഫിലെ റോൾ എന്നുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ റോൾ, മറ്റുള്ളവരുടെ ലൈഫിൽ എന്താണ് നിങ്ങളുടെ റോൾ എന്ന് നോക്കാം. സോ നിങ്ങൾ നാച്ചുറലി എങ്ങനെയായിരിക്കും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കടന്നു ചെല്ലുക, എന്ത് റോളുമായിട്ടായിരിക്കും നിങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുക? നാച്ചുറലി നിങ്ങൾ എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു റോള് പ്ലേ ചെയ്യുന്നതെന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് ടാരോയോട് ചോദിച്ചു നോക്കാം എന്താണ് നിങ്ങളുടെ നാച്ചുറൽ റോൾ, മറ്റൊരു വ്യക്തിയുടെ ലൈഫിൽ നാച്ചുറൽ റോൾ എന്താണെന്നുള്ളതാണ്. സോ ദിസ് ഈസ് കാർഡ് നമ്പർ 1. ആൻഡ് എന്ത് കാര്യമാണ് മറ്റുള്ള ആളുകൾക്ക് നിങ്ങളിലേക്കൊരു അട്രാക്ഷൻ തോന്നാൻ കാരണം? എന്ത് കാര്യമാണ് നിങ്ങളിലേക്ക് വലിച്ചുകൊണ്ട് വരുന്നത്, അവരെ വലിച്ചുകൊണ്ട് വരുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്ത് കാര്യമാണ് മറ്റുള്ള ആളുകൾക്ക് നിങ്ങളിലേക്കൊരു അട്രാക്ഷൻ തോന്നാനുള്ള കാരണം? എന്താണ് മറ്റുള്ള ആളുകൾക്ക് നിങ്ങളിലേക്ക് അട്രാക്ഷൻ തോന്നാനുള്ള കാരണം? കാർഡ് നമ്പർ 2. മറ്റുള്ള ആളുകളെ നിങ്ങൾ ഇമോഷണലി എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് നോക്കാം. നിങ്ങൾ അറിഞ്ഞ് ചെയ്യുന്നൊരു കാര്യമായിരിക്കില്ല, നിങ്ങൾ അറിവോടുകൂടി ചെയ്യുന്നൊരു കാര്യമായിരിക്കില്ല, പക്ഷെ നിങ്ങൾക്ക് മറ്റുള്ള ആളുകൾ ഇമോഷണൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇമോഷണലി നിങ്ങൾക്ക് എങ്ങനെയാണ് മറ്റുള്ള ആളുകളുടെ ലൈഫിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുക. ഓക്കെ, കാർഡ് നമ്പർ 3. നിങ്ങളിൽ നിന്ന് ആളുകൾ പഠിക്കുന്ന പാഠം എന്താണെന്ന് നോക്കാം. നിങ്ങളിൽ നിന്ന് ആളുകൾ പഠിക്കുന്ന പാഠം, നിങ്ങളിലേക്ക് വന്നു കഴിയുമ്പോൾ നിങ്ങളിൽ നിന്ന് ആളുകൾ പഠിക്കുന്ന ഒരു പാഠം എന്താണെന്ന് നോക്കാം. എന്താണ് ആളുകൾ നിങ്ങളിൽ നിന്നും പഠിക്കുന്ന ഒരു പാഠം? സോ കാർഡ് നമ്പർ 4. ആളുകളുടെ ലൈഫിൽ നിങ്ങൾ കടന്നു ചെന്ന് അവിടുന്ന് പോയി കഴിയുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രസൻസിന് ശേഷം ആളുകൾക്ക് നിങ്ങളെക്കുറിച്ച് ഓർമ്മ വരുന്ന കാര്യം എന്താണെന്ന് നോക്കാം. എന്താണ് ആളുകൾക്ക് നിങ്ങളെക്കുറിച്ച് ഓർമ്മയുള്ളത്? ഓക്കെ, എന്താണ് നിങ്ങളെക്കുറിച്ച് ആളുകൾ ഓർക്കുന്നത് നോക്കാം. നിങ്ങൾ അവർക്ക് കൊടുക്കുന്നൊരു ലാസ്റ്റിംഗ് ഇംപ്രഷൻ ആയിരിക്കാം ഇത് കേട്ടോ. എന്താണെന്ന് നോക്കാം. സോ കാർഡ് നമ്പർ 5. അപ്പോൾ എത്രയും കാർഡുകൾ എടുത്തിട്ടുണ്ട്, നമുക്കിനി കാർഡ്സ് ഒന്ന് റിവീൽ ചെയ്ത് നോക്കാം. സോ ഫസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് മറ്റുള്ള ലൈഫിലെ നിങ്ങളുടെ റോൾ എന്താണെന്നാണ്. 3 ഓഫ് പെൻറ്റക്കിൾസ് എന്നുള്ള ഒരു കാർഡാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ആൻഡ് ആളുകൾ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടാൻ കാരണം നോക്കാം. 8 ഓഫ് സോർട്സ് ആണ്. നിങ്ങൾ മറ്റുള്ളവരിൽ ഉണ്ടാക്കുന്ന ഇമോഷണൽ ഇമ്പാക്റ്റ് എന്താണെന്ന് നോക്കാം. നൈറ്റ് ഓഫ് വോൺസ് ആണ്. ഓക്കെ,
എന്ത് ലെസണാണ് ആളുകൾ നിങ്ങളിൽ നിന്നും പഠിക്കുന്നതെന്ന് നോക്കാം. പേജ് ഓഫ് സോർട്സ് ആണ്. ആളുകൾ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്ന അല്ലെങ്കിൽ ഓർക്കുന്ന ഒരു കാര്യം എന്താണെന്ന് നോക്കാം. സോ ലാസ്റ്റ് കാർഡ് ദി സ്ട്രെങ്ത് എന്ന് പറഞ്ഞ കാർഡാണ് വന്നിട്ടുള്ളത്. ബ്യൂട്ടിഫുൾ സ്പ്രെഡാണ്, നിങ്ങളെക്കുറിച്ചുള്ള ഒരു ബ്യൂട്ടിഫുൾ സ്പ്രെഡാണിതെന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഡീറ്റെയിൽ റീഡിങ്ങിലേക്ക് പോവാം. റീഡിങ്ങിൻ്റെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്ന കാർഡ് ഹൈ പ്രീസ്റ്റസ് എന്നുള്ള കാർഡാണ്. ഇതുകൊണ്ട് തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. നിങ്ങൾ വളരെ മിസ്റ്ററി ക്യാരി ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് ജ്ഞാനമുണ്ട്, അറിവുകളുള്ളൊരു വ്യക്തിയാണ്. സൈലൻറ്റ് വിസ്ഡം. ഓക്കെ, ആളുകൾക്ക് നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് ഒരിക്കലും മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അവർക്ക് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് പോലും മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. കാരണം നിങ്ങൾ അത്രത്തോളം ഡീപ്പ് ഇൻസൈഡ് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾ അധികം സംസാരിക്കുന്നൊക്കെ ഉണ്ടാവില്ല, പക്ഷെ നിങ്ങളുടെ പ്രസൻസ് പോലും ആളുകൾക്ക് ഒരു എനർജി ട്രിഗർ ആകുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഇമോഷണലി വളരെയധികം ഡീപ്പാണ്, വളരെ സ്പിരിച്വലി അലൈൻഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. നിങ്ങൾക്ക് ഒരുപാട് ഇൻറ്റ്യൂഷൻസ് ഉള്ളൊരു വ്യക്തിയാണ്. ഏകദേശം നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ പ്രെഡിക്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവൊക്കെ നിങ്ങൾക്കുണ്ട്. ഓക്കെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന പല ആളുകളും ഈ ഒരു കഴിവിനെ ആഗ്രഹിച്ചാണ് വരുന്നത്. അതായത് നിങ്ങളുടെ ഈ ഒരു കഴിവാണ് അവരിൽ പല മാറ്റങ്ങളും ഉണ്ടാക്കുന്നത്. അവരുടെ സ്പിരിച്വൽ പാത്ത് സ്റ്റാർട്ട് ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവരൊരു ഇമോഷണൽ അവേക്കനിങ്ങിൻ്റെ സമയത്തേക്കായിരിക്കും എത്തിയിട്ടുണ്ടാവുക. അപ്പോൾ ആയിരിക്കും അവർ നിങ്ങളുമായിട്ട് പല കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക, നിങ്ങളോട് അഭിപ്രായങ്ങൾ ചോദിക്കുക, മുന്നോട്ട് എങ്ങനെ പോകണം എന്നൊക്കെ ചോദിച്ച് വരുന്നൊരു സമയം. ഓക്കെ, സോ നിങ്ങളൊരു ഹൈലി ഇൻറ്റ്യൂട്ടീവ് പേഴ്സൺ ആണ്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻസ് വളരെയധികം ഹൈ ആണ്. നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ പ്രെഡിക്റ്റ് ചെയ്യാനൊക്കെ കഴിവുണ്ട്. ബട്ട് നിങ്ങൾ ഒരിക്കലും അധികം സംസാരിച്ച് നിങ്ങളെ ആരെയും ബോധ്യപ്പെടുത്താനൊന്നും ശ്രമിക്കുന്ന ഒരു വ്യക്തിയല്ല. പക്ഷെ നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാരെ ഗൈഡ് ചെയ്യാനായിട്ടും സാധിക്കും. ഓക്കെ, എന്താണ് നിങ്ങൾ മറ്റുള്ള ആളുകളുടെ ലൈഫിൽ പ്ലേ ചെയ്യുന്ന റോൾ? നിങ്ങൾ മറ്റുള്ള ആളുകളുടെ ലൈഫിലൊരു ഗൈഡാണ്, അവരെ നയിക്കുന്ന ഒരു വ്യക്തിയാണ്, ഒരു ബിൽഡറാണെന്ന് പറയാം. അതായത് അവരുടെ ജീവിതത്തെ ഒന്ന് ബിൽഡ് ചെയ്തെടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. ഒരു മെൻറ്ററായിട്ടാണ് നിങ്ങളെ പല ആൾക്കാരും കാണുന്നത്, വഴികാട്ടിയായിട്ട്. ഓക്കെ, അതായത് അവർ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ അവർക്ക് പൂർണ്ണമായിട്ട് അറിയാം അവരുടെ ലൈഫ് ഗ്രോ ചെയ്യാൻ അല്ലെങ്കിൽ ഗ്രോ ചെയ്യിക്കാൻ പറ്റുന്ന ആൾ നിങ്ങളാണെന്നുള്ള കാര്യം. ഓക്കെ, ആളുകളുടെ ലൈഫിലേക്ക് നിങ്ങൾ എത്തുമ്പോൾ അവരുടെ ലൈഫ് അവർക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, നിങ്ങൾ അവരെ ടീം വർക്ക് എന്താണെന്ന് പഠിപ്പിക്കുന്നുണ്ടാവും, വിശ്വാസം എന്താണ്, എഫേർട്ട് എന്താണെന്നൊക്കെ നിങ്ങൾ അവരെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അവരുടെ ലൈഫ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്തെടുക്കാം എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും അത് കാണിച്ചു കൊടുക്കാനും കഴിവുള്ളവരാണ്. കാരണം നിങ്ങളുടെ ലൈഫിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ആ ഏരിയ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ പറ്റും. ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ കിട്ടും. അതായത് ഓരോ ആളുകളും നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോൾ അവരുടെ ലൈഫിനനുസരിച്ച് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കും. നിങ്ങളൊരു നോർമൽ പേഴ്സൺ അല്ല, പക്ഷേ നിങ്ങൾക്ക് ഓരോരുത്തരുടെയും ബെറ്റർ വേർഷൻ എങ്ങനെയായി മാറാം എന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ. ഓക്കെ, എന്തുകൊണ്ടാണ് ആളുകൾ നിങ്ങളിലേക്ക് ഇങ്ങനെ ആകർഷിക്കപ്പെടുന്നത്? നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്ന ആളുകളുടെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. അതായത് അവർക്ക് മനസ്സിലാവുന്നൊരു കാര്യമുണ്ട്, ഈ ആൾക്ക് ഞാൻ പറയുന്ന കാര്യം കൃത്യമായിട്ട് മനസ്സിലാവും. എന്നെ മുൻവിധിയോടുകൂടി സമീപിക്കാതെ ഞാൻ പറയുന്ന പെയിൻ, ഞാൻ മനസ്സിലാക്കി കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പെയിൻ അവർക്ക് മനസ്സിലാവും. എന്നെ എല്ലാവരെയും പോലെ വെറുതെ കേൾക്കുകയല്ല, ഈ ആൾക്കത് അനുഭവിക്കാൻ സാധിക്കുമെന്ന് മനസ്സിലാവുന്നുണ്ട്. നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ആളുകളിൽ പലരും ലൈഫിൽ സ്റ്റക്കായി പോയവരായിരിക്കും, കൺഫ്യൂഷനുള്ള ആൾക്കാരായിരിക്കും, ഇമോഷണലി വളരെയധികം ട്രാപ്പ് ചെയ്യപ്പെട്ട് കിടക്കുന്ന ആൾക്കാരായിരിക്കും. അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് അവരെ രക്ഷിക്കാനും പറ്റും. അതാണ് നിങ്ങളുടെ കഴിവ്. പക്ഷെ ഇത്തരത്തിലുള്ള ആൾക്കാരായിരിക്കും ഒരുപാട് കൺഫ്യൂഷൻസോടുകൂടി ഇനി എനിക്കൊന്നും പറ്റില്ല, എൻ്റെ ലൈഫ് തീർന്നു, എനിക്ക് എല്ലായിടത്തും കെട്ടുപാടുകളാണ്, എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, ഞാൻ ലൈഫിൽ സ്റ്റക്കായിപ്പോയി, എൻ്റെ ലൈഫ് ഏകദേശം തീരാറായി എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുന്ന ആൾക്കാരായിരിക്കും നിങ്ങളുടെ അടുത്തേക്ക് വരിക. ഇങ്ങനെയുള്ള ആൾക്കാർ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ അടുത്തേക്ക് വരും. കാരണം യു ആർ എ ഹീലർ. നിങ്ങൾക്ക് മാത്രമേ അവർക്ക് ഇതിനൊരു സൊല്യൂഷൻ കൊടുക്കാൻ സാധിക്കൂ. ആ ഒരു എനർജി അവർക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് അവർ നിങ്ങളുടെ അടുത്തേക്ക് വരും. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? ബിക്കോസ് അവർക്കറിയാം നിങ്ങളൊന്നും പറഞ്ഞില്ലെങ്കിൽ പോലും അവർക്ക് മനസ്സിലാവും നിങ്ങൾ ഇങ്ങനെയുള്ള ആളുകളെയാണ് അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അതായത് ഓവർ തിങ്കേഴ്സ് ആയിട്ടുള്ള, ഒരുപാട് ആലോചിച്ച് കൂട്ടുന്ന, ഇമോഷണലി വളരെയധികം തകർന്നു പോയ ആൾക്കാരെ, അതുപോലെ ഒരുപാട് ഡിഫിക്കൽട്ടായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന, ഒരുപാട് ലൈഫിൻ്റെ പല ഏരിയകളിലും ഭയങ്കര മോശം സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന, തകർന്നു അല്ലെങ്കിൽ എനിക്കിനി മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് വിചാരിക്കുന്ന ആളുകളെ നിങ്ങൾ സ്വയം അട്രാക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബിക്കോസ് നിങ്ങൾക്ക് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുണ്ട്. അതുകൊണ്ട് ഓക്കെ, അവർക്ക് ഭയങ്കര സന്തോഷമുള്ള സമയത്ത് ഇവരാരും നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ടാവില്ല. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇങ്ങനെയുള്ള ആൾക്കാർ ആരും നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ടാവില്ല. അവർ ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്ന സമയത്തായിരിക്കും ഇവരെല്ലാം തന്നെ നിങ്ങളെ അപ്രോച്ച് ചെയ്ത് വരിക. ബിക്കോസ് അവിടെയാണ് അവർക്ക് സൊല്യൂഷൻ വേണ്ടത്. അത് കൊടുക്കാനാണ് നിങ്ങളിവിടെ ഇരിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ ഒരു പ്രസൻസ് അവരെ എങ്ങനെ നിങ്ങൾ എങ്ങനെയാണ് അവരെ ഇമ്പാക്റ്റ് ചെയ്യുന്നത്, ഇമോഷണലി എങ്ങനെ ഇമ്പാക്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നിങ്ങൾ അവർക്കൊരു ഫയർ കൊടുക്കുന്നുണ്ടെന്നാണ്. അതായത് ഒരു സ്പാർക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വീണ്ടും നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, നിങ്ങളെ കൊണ്ട് പറ്റും എന്നുള്ള രീതിയിലൊരു ഫയർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈവൻ നിങ്ങൾക്കത് ശരിക്കും അവർ സിറ്റുവേഷൻ മനസ്സിലായില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അവർക്ക് കോൺഫിഡൻസ് കൊടുക്കാൻ പറ്റും. ഓക്കെ, അവരുടെ പാഷൻ എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. അതിനെ ഫോളോ ചെയ്യാൻ പഠിപ്പിക്കാൻ പറ്റും. നിങ്ങൾക്ക് അവർക്ക് ധൈര്യം കൊടുക്കാൻ പറ്റും. ഓക്കെ, നിങ്ങൾ ആളുകളെ അവരുടെ കംഫർട്ട് സോണിൽ നിന്ന് ഇറങ്ങി നടക്കാൻ പഠിപ്പിക്കും. അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. നിങ്ങളെ കണ്ടതിന് ശേഷം അല്ലെങ്കിൽ നിങ്ങളെ പരിചയപ്പെട്ടതിന് ശേഷം അവർ ഇമോഷണലി ഒരുപാട് മാറും. അതായത് അവർ വീണ്ടും ജീവിക്കുകയാണെന്നുള്ള ബോധ്യം അവർക്കുണ്ടാവും. അവർ റിസ്ക് എടുക്കാൻ തയ്യാറാകും. അവർക്ക് വേണ്ട കാര്യത്തിന് വേണ്ടി, അവർക്ക് ഒരുപാട് നാളുകളായിട്ട് അവർ ആഗ്രഹിച്ചൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങാൻ തുടങ്ങുമ്പോൾ അവർക്ക് ധൈര്യം ഉണ്ടാവില്ല. പക്ഷെ നിങ്ങളെ മീറ്റ് ചെയ്തതിന് ശേഷം അവരതിനെ ചേസ് ചെയ്യാനായിട്ട് ഇറങ്ങും. പക്ഷേ ഇവിടെ ഒരു കാര്യമുണ്ട്, എല്ലാവരും ഈ ഒരു ഫയർ എടുക്കാനുള്ള എനർജിയിലുള്ളവരായിരിക്കത്തില്ല എന്നുള്ളതാണ്. ചില ആൾക്കാർക്ക് എക്സൈറ്റ്മെൻറ്റ് തോന്നും, നിങ്ങൾ പറയുന്ന കേൾക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കുക എക്സൈറ്റ്മെൻറ്റ് തോന്നും. ചില ആൾക്കാർക്ക് നിങ്ങൾ ഈ കംഫർട്ട് സോണിൽ നിന്ന് അവരെ പുറത്ത് കിടക്കാൻ പ്രേരിപ്പിക്കുമ്പോൾ ഓടി രക്ഷപ്പെടാനായിരിക്കും തോന്നും. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു രീതിയിലും അവർക്ക് തോന്നാം. ബിക്കോസ് നൈറ്റ് ഓഫ് വോൺസ് ആണ്, അതിനൊരു എടുത്തുചാട്ടം എന്നുള്ള ഒരു ഇതുകൂടി വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് അങ്ങനെയും ഫീൽ ചെയ്യാം. ഓക്കെ, അവർക്ക് എന്താണ് നിങ്ങളിൽ നിന്ന് പഠിക്കാനായിട്ടുള്ളതെന്ന് നോക്കാം. ആളുകൾ നിങ്ങളിൽ നിന്ന് പഠിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അവർ വളരെ വ്യക്തമായി ചിന്തിക്കാൻ പഠിക്കും. റിയാലിറ്റി, ലൈഫിൻ്റെ റിയാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കി ജീവിക്കാൻ പഠിക്കും. അവരുടെ സ്വന്തം ചിന്തകളെ ഒക്കെ അവർ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങും. ഇത് ശരിക്കും എക്സിസ്റ്റ് ചെയ്യുന്ന കാര്യമാണോ, ഞാനിപ്പോൾ ഇങ്ങനെ ആലോചിക്കേണ്ടതുണ്ടോ, ഇത് ഇല്യൂഷൻ ആണോ എന്നുള്ള രീതിയിൽ അവർ ചിന്തിച്ചു തുടങ്ങും. അവർക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ അനലൈസ് ചെയ്യാൻ പറ്റും. അവർ ഓവർ തിങ്കിങ് നിർത്തും. അതുപോലെ അവർ ആളുകളുമായിട്ട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പഠിക്കും. ഓക്കെ, അതുപോലെ നിങ്ങൾ അവരിലെ കുറേ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരികയും ചെയ്യും. അതായത് അവർ പറയുന്ന നുണകൾ, അവരുടെ ഉള്ളിൽ കിടക്കുന്ന കുറേ ഹിഡൻ ട്രൂത്ത്, അവരുടെ കുറേ മെൻ്റൽ പാറ്റേൺസ്, ഇതൊക്കെ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് അവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ നിങ്ങളുടെ റോൾ എപ്പോഴും കംഫർട്ടബിൾ ആയിരിക്കണം എന്നില്ല അവർക്ക്. ഞാൻ പറഞ്ഞല്ലോ, അവർ ഒരു ലോ പോയിന്റിലായിരിക്കും നിങ്ങളെ അന്വേഷിച്ച് വരിക. അപ്പോൾ ആ ലോ പോയിന്റിൽ നിങ്ങളാണെങ്കിൽ സത്യം മാത്രമേ പറയൂ. ഇതാണ് റിയാലിറ്റി, ഇതാണ് സിറ്റുവേഷൻ, അല്ലെങ്കിൽ നീ ഇത് ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് നിങ്ങൾ തുറന്നു പറയും. എപ്പോഴും അവർക്കതൊരു കംഫർട്ട് കൊടുക്കുന്നൊരു കാര്യമായിരിക്കത്തില്ല. അതായത് നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സത്യം പുറത്തു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ എപ്പോഴും സത്യത്തിൻ്റെ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങൾ. ശരിക്കും അവർ റിയാലിറ്റി മനസ്സിലാക്കി ജീവിക്കണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അതുപോലെ നിങ്ങൾ എപ്പോഴും ഒരു ക്ലാരിറ്റി ആയിരിക്കും, നിങ്ങൾക്ക് എപ്പോഴും ഒരു പ്രിഫറൻസ്, എപ്പോഴും ക്ലാരിറ്റിയോടുകൂടി കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതായിരിക്കും പ്രിഫറൻസ്. ആൻഡ് ലാസ്റ്റ് വൺ, എങ്ങനെയാണ് ആൾക്കാർ നിങ്ങളെ റിമെമ്പർ ചെയ്യുന്നത് എന്നുള്ളതാണ്. നമുക്ക് കിട്ടിയത് സ്ട്രെങ്ത് എന്ന് പറഞ്ഞൊരു വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാർഡാണ്. അവരുടെ ഇന്നർ പവറായിട്ട് മാറാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെന്നുള്ളതാണ്. അതായത് നിങ്ങൾ അവരുടെ ലൈഫിൽ നിന്ന് പോയി കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, അവരുടെ ആ ലോ പോയിന്റ് കഴിയുമ്പോൾ പിന്നെ നിങ്ങളുടെ പ്രസൻസ് മേ ബി അവർ നേരത്തെ ആഗ്രഹിച്ച പോലെ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. ആളുകൾ നിങ്ങളെ ചിന്തിക്കുന്നത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള, അവരുടെ ലൈഫിനെ കംപ്ലീറ്റ്ലി മാറ്റിയ, അവരെ ഇമോഷണലി സ്ട്രോങ് ആക്കിയ ഒരാളായിട്ടായിരിക്കും. നിങ്ങൾ അവരിൽ ധൈര്യം പകരുന്നുണ്ട്, സെൽഫ് കൺട്രോൾ എന്ന് പറയുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇമോഷണൽ മെച്യൂരിറ്റി വരുത്തേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ അവരുടെ ലൈഫിലേക്ക് ഒരു മാറ്റം കൊണ്ടുവരും. അതുപോലെ നിങ്ങളുടെ മൈൻഡ് പവർ അവർ ഒരുപാട് ഇങ്ങനെ എന്താ പറയുക ഓർക്കുന്ന ഒരു കാര്യമായിരിക്കും നിങ്ങളുടെ മൈൻഡ് പവർ. അത്രയും മൈൻഡ് പവർ എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അവർ ആഗ്രഹിക്കുന്ന പോലും ഉണ്ടായിരിക്കും. സോ എപ്പോഴും നിങ്ങൾ അവർക്ക് ഒരു സ്ട്രോങ് ഇംപ്രഷൻ കൊടുത്തിട്ടാണ് അവരുടെ ലൈഫിൽ നിന്ന് പോകുന്നത്. അതുകൊണ്ടാണ് അവർ വീണ്ടും ഒരു പ്രശ്നം വരുമ്പോഴും നിങ്ങളിലേക്ക് ഓടി വരുന്നത്. ഈ ഒരു കാര്യം ഉള്ളത് കൊണ്ടാണ്. നിങ്ങളുടെ ഇംപ്രഷൻ അത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ളൊരു കാർഡാണ്.
പക്ഷേ ഇതിനകത്തൊരു സാഡ് റിയാലിറ്റി ഉണ്ട്. ഈ ഒരു കാലഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ആൾക്കാരെ ഒന്നും ഈ ആൾക്കാരുടെ പൊടി പോലും കാണാൻ പറ്റില്ല. അടുത്ത പ്രശ്നം വരണം, അവർ നിങ്ങളെ അപ്രോച്ച് ചെയ്യണമെങ്കിൽ എന്നൊരു കാര്യമുണ്ട്. കാരണം യു ആർ എ ഹീലർ. കഴിഞ്ഞ റീഡിങ്ങിൽ നമുക്ക് ഇതേ ഒരു രീതിയിലുള്ള ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ, ഒരു മെൻറ്ററാണ്, നിങ്ങളൊരു ഹീലറാണ് അല്ലേ. സോ ഹിയർ ഓൾസോ നിങ്ങളൊരു മെൻറ്ററാണ് അവർക്ക്. അവർ അടുത്ത പ്രശ്നം വരുമ്പോൾ അടുത്ത വഴിമുട്ടി നിൽക്കുന്ന സമയത്തെ വഴി അന്വേഷിച്ച് നിങ്ങളുടെ അടുത്ത് വരുള്ളൂ. ഓക്കെ, ആക്ച്വലി നിങ്ങൾ എല്ലാവരുടെയും ലൈഫിൽ എപ്പോഴും തുടരാൻ വിധിക്കപ്പെട്ടിട്ടുള്ള ഒരാളല്ല. അവർക്ക് ട്രാൻസ്ഫോർമേഷൻ വേണ്ട സമയത്തായിരിക്കും നിങ്ങളുടെ ലൈഫിലേക്ക് വരിക. ഇപ്പം നിങ്ങളുടെ ലൈഫിൽ ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും തോന്നിയിട്ടുണ്ടാവും, എന്തുകൊണ്ടായിരിക്കും ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രമേ ആൾക്കാർ എൻ്റെ അടുത്തോട്ട് വരുന്നത്, അല്ലാത്ത സമയത്തൊന്നും എനിക്കാരുമില്ലല്ലോ എന്ന് തോന്നുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് നിർത്താനും പറ്റില്ല. വീണ്ടും വീണ്ടും ആൾക്കാർ വരുമ്പോൾ വീണ്ടും വീണ്ടും അവരെ നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്യും, ഹെൽപ്പ് ചെയ്യും. സോ ഇതിൻ്റെ ആൻസറാണിത്. നിങ്ങൾ എപ്പോഴും അവരുടെ ലൈഫിൽ സ്റ്റേ ചെയ്യാൻ വിധിക്കപ്പെട്ടിട്ടുള്ള ഒരാളല്ല. ചില ആൾക്കാർ നിങ്ങളെ ഭയങ്കരമായിട്ട് സ്നേഹിക്കും, ചില ആൾക്കാർ നിങ്ങളിൽ നിന്ന് പഠിക്കും, ചില ആൾക്കാർക്ക് നിങ്ങളെ നഷ്ടപ്പെടും. ഓക്കെ, പക്ഷേ ആരും നിങ്ങളെ മറക്കില്ല എന്നുള്ളതാണ്. ഒരാൾക്ക് നിങ്ങളെ മറക്കാൻ പറ്റില്ല, കാരണം അത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ളൊരു ഇംപ്രഷനാണ് നിങ്ങൾ അവർക്ക് കൊടുക്കുന്നത്. സോ ഇന്നത്തെ റീഡിങ്ങിലും വളരെ നിങ്ങളെ സംബന്ധിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ സ്പ്രെഡാണെന്ന് എനിക്ക് മനസ്സിലാവുന്നു. നിങ്ങളുടെ ക്യാരക്ടറാണ് ഇവിടെയും അനലൈസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇങ്ങനൊരു ഡൗട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ, എന്തുകൊണ്ടാണ് ആൾക്കാർ നിങ്ങളിലേക്ക് ഓടി വരുന്നതെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ, ഇതാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.